നമസ്കാരം. തനുസ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സിയുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 141/2023 2025 നടത്തുന്ന എല്ലാ കേരള പി എസ് സിയുടെ പരീക്ഷകൾക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഉപകാരപ്രദമായിരിക്കും. ക്വസ്റ്റ്യൻസ് നോക്കാം. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ്? നമാമി ഗംഗ. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് എന്താണ്? നമാമി ഗംഗ എന്നാണ്. ഗംഗാ ശുദ്ധീകരണ പദ്ധതി നമാമി ഗംഗ. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. UK ആണ്. യുണൈറ്റഡ് കിങ്ഡം. നെക്സ്റ്റ് വൺ. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ആൻസർ കുഴങ്ങൾ എന്നാണ്. കുഴങ്ങൾ ആൻസർ. ഓപ്ഷൻ എ കുഴങ്ങൾ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? പോൾ സക്കറിയ. നെക്സ്റ്റ് വൺ. 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ് വൺ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ്? ആൻസർ AN-225 മരിയ. AN-225 മരിയ എന്ന വിമാനമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതെന്ന് ചോദിച്ചാൽ AN-225 മരിയ എന്ന ഉക്രൈൻ വിമാനമാണ്. ഉക്രൈൻ. നെക്സ്റ്റ് വൺ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? PR ശ്രീജേഷ് ആണ്. നെക്സ്റ്റ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. ഷംസീർ. ഓക്കെ. നെക്സ്റ്റ് വൺ. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ആൻസർ ഖത്തറായിരുന്നു. ഖത്തർ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ്? കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ മലബാർ തീരസമതലം. കേരളത്തിലെ തീരപ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? മലബാർ തീരസമതലം. കേരളത്തിൻ്റെ തീരപ്രദേശം മലബാർ തീരസമതലം. നെക്സ്റ്റ് വൺ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ ലക്ഷദ്വീപാണ്. നെക്സ്റ്റ് വൺ. വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഏതാണ്? വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരായനരേഖയാണ്. ഏതാണത്? ഉത്തരായനരേഖ. വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഏതാണ്? ഉത്തരായനരേഖയാണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊല്ലം കോട്ടപ്പുറം. ജലപാത 3 ആണ് കൊല്ലം കോട്ടപ്പുറം. നെക്സ്റ്റ് വൺ. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതു. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? ആൻസർ എന്താണ്? തോറിയമാണ്. കേരളം തമിഴ്നാട്ടിൽ ലഭിക്കുന്ന തീരദേശ മണ്ണിൽ ലഭിക്കുന്ന തീരദേശ മണ്ണ്
അവിടെ നിന്ന് ലഭിക്കുന്ന ആണവോർജ്ജ ധാതു ഏതാണ്? തോറിയമാണ് ലഭിക്കുന്നത്. തോറിയമാണ് ആ ആണവോർജ്ജ ധാതു. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ. ഏറ്റവും വലിയത് മുംബൈ ഹൈ ആണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക മേഖല. കൃഷി വരുന്ന എപ്പോഴും പ്രാഥമിക മേഖലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ്. തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. അടുത്തത്, വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1982 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ആൻസർ ആനന്ദമഠം. ഓക്കെ അല്ലേ? ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം. ഓർക്കുക എളുപ്പമുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡ്. നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ 42ാം ഭേദഗതിയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ആ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് അവകാശം? അതിലൊന്ന് ഓപ്ഷൻ എ, വ്യക്തിസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. തുല്യ ജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശമുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. സമത്വത്തിൻ്റെ അവകാശമുണ്ട്. ഇതിൽ ഏതാണ് അല്ലാതെ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് തുല്യ ജോലിക്ക് തുല്യവേതനത്തിലുള്ള അവകാശമാണ് ഭാഗം 3-നകത്ത് വരാത്തത്. തുല്യ ജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശമാണ് ഉൾപ്പെടുത്താത്തത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശം ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ 86ാം ഭേദഗതി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതും തിരിച്ചറിയുക. ആൻസർ വരുന്നത് സ്വത്തവകാശമാണ്. 44ാം ഭേദഗതി വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം എന്താണ്? സ്വത്തവകാശമാണ്. ആൻസർ ഓപ്ഷൻ ഡി, സ്വത്തവകാശം. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് വിശേഷിപ്പിച്ചത്? ഏത് വകുപ്പാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് വകുപ്പാണ് ആത്മാവെന്ന് പറയുന്നത്? ആൻസർ 32ാം വകുപ്പാണ് അല്ലേ? 32ാം വകുപ്പാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത്. 32ാം വകുപ്പാണ്. നെക്സ്റ്റ് വൺ, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2005. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടത്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ മാത്രമാണ്. ഓപ്ഷൻ എ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി NHRCയെ പറ്റി എന്തൊക്കെയുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷൻ അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെൻറ്റിൽ പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. രംഗനാഥ് മിശ്ര നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഫാക്ട് തന്നെയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? 22 ജൂലൈ 1947 ആണ്. 22 ജൂലൈ 1947
ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത്? 1947 ജൂലൈ 22-നാണ് ദേശീയ പതാക ഔദ്യോഗികമായി അത് അംഗീകരിക്കപ്പെട്ടത്. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ്, കൊട്ടിയോട്ട് രാജ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? പഴശ്ശിരാജയാണ്. പൈച്ചി രാജിലെ കൊട്ടിയോട്ട് രാജ് എന്ന് പറയുന്നവരാണ് പഴശ്ശി രാജയാണ്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ, ഏതാണ്? ലോഗൻ കമ്മീഷൻ. ഏതാണത്? ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപം അതിനെപ്പറ്റി അന്വേഷിച്ചത് ലോഗൻ കമ്മീഷനാണ്. നെക്സ്റ്റ്, തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അയ്യനടികൾ തിരുവടികളാണ്. നെക്സ്റ്റ് വൺ, ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്താണ്? അറിയാം. ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ചോദിച്ചെന്ന് പറയാം. ഇത് റാണി ഗൗരി പാർവതിഭായ് ആണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. റാണി ഗൗരി പാർവതിഭായ്, സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം. അടുത്തത്, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഹർമൻ കുണ്ടർട്ട്. അടുത്തത്, തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന എന്താണ്? പുന്നപ്ര വയലാർ സമരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതെന്ന് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. ശ്രീരംഗപട്ടണം ഉടമ്പടി. അടുത്തത്, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അറിയാം, VT ഭട്ടതിരിപ്പാട്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം എന്താണ്? 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. അടുത്തത്, ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോൺ ജന്മസ്ഥലം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസാണ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ധ്യാൻ ചന്ദാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ്? സൈലൻറ്റ് വാലി. അടുത്തത്, കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ഇവിടെ നിന്നാണ്? വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ നാടുകളെക്കുറിച്ച് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? വിവരം ലഭിക്കുന്നത്, നാടിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. ഇനി, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ് വരുന്നത്? മൂലമറ്റമാണ്. ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റം. ഭൂഗർഭം എന്ന് ഓർത്തു കഴിഞ്ഞാൽ മൂലമറ്റം ഉത്തരം വരണം. നെക്സ്റ്റ്, പ്രാചീന കാലത്ത് ചൂർണി എന്ന് പറയുന്ന നദി ഏതാണ്? പെരിയാറാണ്. അടുത്തത്, 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ കടൽ തീരമാണ്. അടുത്തത്, സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേര് അറിയപ്പെട്ട പേരെന്താണ്? ഉമണർ എന്നാണ് അറിയപ്പെടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. വായിൽ വീഴാൻ പോകുന്ന ചെറി ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു. ഇനി, ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഗാന്ധിജി അധ്യക്ഷപദം വഹിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു പറയുന്നുണ്ട്. ഗാന്ധിജി അധ്യക്ഷനായത് ബെൽഗാം സമ്മേളനം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അബ്ദുൽ കലാം ആസാദ്. വിൻസ് ഫ്രീഡം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത്, ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരത്തിൻ്റെയാണ്? ഗാന്ധിജിയുടെ പ്രവർത്തിക്കൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏതിൻ്റെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഗോ ബാക്ക് എന്നൊക്കെ പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്?
ക്ലമൻ്റ് ആറ്റ്ലിയാണ്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി, സന്താളർ അധിവസിച്ച ഭൂമി ഏതാണ്? ഏത് ഭൂമി? ദാമിൻ ഇ കോഹ് ആണ് സന്താളർ വസിച്ച ഭൂമി. ഇതൊക്കെ റിയൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഏത് യുദ്ധം? പ്ലാസി യുദ്ധമാണ്. അടിത്തറ പാകുന്നത് പ്ലാസി യുദ്ധം. അടിത്തറ പാകുന്ന ഏതാണ്? പ്ലാസി യുദ്ധമാണ് അടിത്തറ പാകുന്നത്. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെൻറ്റിക് പ്രഭുവാണ് അല്ലേ? വില്യം ബെൻറ്റിക് പ്രഭു. നിർത്തലാക്കിയ ബ്രിട്ടീഷുകാരൻ വില്യം ബെൻറ്റിക് പ്രഭുവാണ് സതി വേണ്ട എന്ന് പറഞ്ഞത്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചവരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ സൊസൈറ്റി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട ഉരുക്കു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആരാണത്? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ? പട്ടേലാണ് ഉരുക്കു മനുഷ്യൻ. ഉരുക്കാണ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യരീരത്തിലെ ഏറ്റവും കഠിന പദാർത്ഥത്തിൻ്റെ പേര് എന്താ എടുത്തത്? നമ്മുടെ ഇനാമൽ തന്നെയാണ് ഇല്ലേ? പല്ലിൻ്റെ പുറമേ കാണുന്ന ഇനാമൽ അല്ലേ? വെളുത്ത ഭാഗം ഇനാമലാണ്. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8. ഉളിപ്പല്ല് എത്ര ഉണ്ട്? 8 എണ്ണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യനിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾ കാണുന്നത്? മോണയിൽ പഴുപ്പ് വരുന്നത്, രക്തസ്രാവമൊക്കെ വരുന്നത് ഇവിടെ നിന്നുള്ള സംഭവം ഏതാണ്? ജീവകം സി ആണ്. നമ്മുടെ മോണ സംരക്ഷിക്കുന്ന ആരാണ് എപ്പോഴും? ജീവകം സി ആണ് അല്ലേ? അതിൻ്റെ കുറവുണ്ടാകുന്ന രോഗമാണ് സ്കർവി. മോണയിൽ നിന്ന് ചോര വരുന്ന അസുഖമൊക്കെയാണ് സ്കർവി. അപ്പോൾ വൈറ്റമിൻ സി ആണ്, സ്കർവിയുടെ ഡെഫിഷ്യൻസിയാണ് വരിക അല്ലേ? ഇനി ഇവിടെ ബിയും ഡിയും ഒക്കെ, ഡിയുടെ അഭാവത്തിൽ വരുന്ന രോഗം കണരോഗമാണ്. ബിക്ക് ബെറി വരുന്നുണ്ട്. ജീവകം എ എന്ന് പറയുമ്പോൾ നിശാന്തത അസുഖമാണ് അല്ലേ? പറഞ്ഞേ ഉള്ളൂ. നെക്സ്റ്റ്, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സുകൃതമാണ്. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതമാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗം ഏതാണത്? അല്ലാതെ പകരുന്ന 1, 3, അതായത് കുഷ്ഠവും 3 കോളറയുമാണ് കൊതുകല്ലാതെ പകരുന്ന അസുഖങ്ങൾ. കുഷ്ഠവും കോളറയാണ്. മലമ്പനി എന്ന് പറയുമ്പോൾ പ്രൊട്ടോസോവ ആണെങ്കിൽ പോലും പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിൽ പോലും പരത്തുന്നവരാണ് ഫീമെയിൽ അനാഫിലിസ് മൊസ്കിറ്റോ ആണ്. മന്തിൻ്റെ അങ്ങനെയാണത്. ഈഡിസ് കൊതുകുകളാണ് അല്ലേ? ക്യൂലെക്സ് കൊതുകാണ് പരത്തുക. ക്യൂലെക്സ് പെൺ കൊതുകാണ് മന്തിൻ്റെ വരിക. നെക്സ്റ്റ് വരുന്നത്, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്തത്? ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് നല്ല മണം സ്പൈസസ് വരുന്ന എവിടെയാണ്? കോഴിക്കോടാണ് സ്പൈസ് അല്ലേ? ഹരിത നഗരം എന്ന് പറയുന്ന സാഹിത്യ നഗരമൊക്കെ കോഴിക്കോടാണ്. സ്പൈസസ് റിസർച്ച് നല്ല മണം. അന്തരീക്ഷവാതല ബിരിയാണിയുടെ മണം ഓർത്ത കോഴിക്കോടാണ്. അന്തരീക്ഷവായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്ര അളവാണ്? 78 നൈട്രജൻ വരിക. ചന്ദ്രശങ്കര എന്നതാണ് സങ്കരത്തിൻ്റെ ഏത് സസ്യം, ഏത് സങ്കരവർഗം? ചന്ദ്രശങ്കര എന്ന് ഓർക്കുമ്പോൾ ഏതിലേക്ക് എത്തണം നമ്മൾ? തെങ്ങാണ്. ചന്ദ്രശങ്കര തെങ്ങാണ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന് ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഏത് രാസവസ്തുവാണ്? ജൈവാംശം ഏതാണത്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രജൻ പെറോക്സൈഡാണ് ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡാണ് ജൈവാംശം. ഓക്കെ. ലോക വനദിനമായി ആചരിക്കുന്ന എന്നാണ് മാർച്ച് 21. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആരെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടനാണ്. സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിൻ. അറിയാമല്ലോ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീലിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഏത് ആസിഡാണ് ഉപയോഗിക്കുക? സൾഫ്യൂരിക് ആസിഡ്. ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറഞ്ഞവയിൽ ഏത് സമവാക്യമാണ് ശരി അല്ലാത്തതെന്ന് ചോദിച്ചേക്കുന്നുണ്ട് അല്ലേ? ഇതിൽ സി ആണ് ശരിയല്ലാത്തത്. വേഗതയെ സംബന്ധിക്കുന്നതാണ് സി ആണ് ശരിയല്ലാത്തത്. ഇവിടെ ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം, വേഗത ദൂരം ബൈ സമയം, സമയം ദൂരം ബൈ വേഗത നമ്മൾ കണക്കിലും പഠിക്കുന്നത്. നെക്സ്റ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്?
ജൂളാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് എന്താണ്? ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? ISRO. മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? മനുഷ്യൻ്റെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? അല്ലേ, 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യ ശരാശരി ഊഷ്മാവ്. ഇനി ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും ഫോക്കസ് ദൂരം F പവർ Pയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? അത് P=I/F ആണ് അതിൻ്റെ സമവാക്യം എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ബയോളജി സെക്ഷൻ മാത്രം എടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ്